തകർത്ത സുഡാനിലെ സ്ത്രീകളുടെ ജീവിതം നരകതുല്യമാണെന്ന് റിപ്പോർട്ട്. കുടുംബത്തിലേക്ക് ഭക്ഷണം എത്തിക്കാൻ പട്ടാളക്കാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിതരായിരിക്കുകയാണ് സുഡാനിലെ സ്ത്രീകൾ. ദ ഗാർഡിയൻ ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. സുഡാനിലെ ഓം ദുർമാൻ നഗരത്തിൽ നിന്ന് പലായനം ചെയ്ത സ്ത്രീകളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഭക്ഷണം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഫാക്ടറികളിൽ വെച്ചാണ് പട്ടാളക്കാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നിരുന്നതെന്ന് സ്ത്രീകൾ പറഞ്ഞു. എന്റെ രക്ഷിതാക്കൾക്ക് പ്രായമായി. ഭക്ഷണം തേടി പോകാൻ എന്റെ മകളെ ഞാൻ അനുവദിക്കില്ല. ഞാൻ പട്ടാളക്കാരുടെ അടുത്തേക്ക് പോയിരുന്നു. ഭക്ഷണം ലഭിക്കാൻ അതുമാത്രമാണ് വഴി. മീറ്റ് പ്രോസസിംഗ് ഫാക്ടറിയിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്ന സ്ത്രീ പറഞ്ഞു. സുഡാനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും വർദ്ധിച്ചത്. യുദ്ധം ആരംഭിച്ച് ദിവസങ്ങൾക്ക് പിന്നാലെ പട്ടാളക്കാർ സ്ത്രീകളെ ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. തങ്ങളുടെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ വെച്ച് പട്ടാളക്കാർ സ്ത്രീകളെ ലൈംഗികാതിക്രമം ചെയ്യുന്നതിന്റെ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പല സ്ത്രീകളും തങ്ങൾ നേരിടേണ്ടി വന്ന ലൈംഗികാതിക്രമത്തെക്കുറിച്ച് തുറന്നു പറയാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അനാഥമായ വീടുകളിൽ കയറുന്നതിന് പകരമായി തങ്ങളോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നാണ് പട്ടാളക്കാർ പറയുന്നതെന്ന് സ്ത്രീകൾ പറഞ്ഞു. ഉപേക്ഷിക്കപ്പെട്ട വീടുകളിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങൾ പ്രാദേശിക വിപണിയിൽ വിറ്റ് പണം കണ്ടെത്താനാണ് പല സ്ത്രീകളും ഇത്തരം വീടുകളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നത്. ഈ സാഹചര്യവും സൈന്യം മുതലെടുക്കുകയാണെന്ന് സ്ത്രീകൾ പറയുന്നു. ഇത്തരത്തിൽ പട്ടാളക്കാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ നിന്നും അടുക്കള വസ്തുക്കളും ഭക്ഷണവും എടുക്കാൻ തനിക്ക് കഴിഞ്ഞതെന്ന് ഒരു സ്ത്രീ വെളിപ്പെടുത്തി. വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ശത്രുക്കൾക്ക് പോലും ഈ അവസ്ഥ വരരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്റെ കുട്ടികൾ പട്ടിണിയാകാതിരിക്കാനാണ് ഭക്ഷണം തേടിപ്പോയത് എന്നൊരു സ്ത്രീ പറഞ്ഞു. എന്നാൽ പട്ടാളക്കാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിച്ചതിന് ക്രൂരപീഡനം നേരിടേണ്ടി വന്നുവെന്ന് മറ്റൊരു സ്ത്രീ ദ ഗാർഡിയനോട് പറഞ്ഞു. സൈന്യം തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും കാലിൽ പൊള്ളലേൽപ്പിച്ചുവെന്നും ഈ സ്ത്രീ പറഞ്ഞു.